മുനീർ സംസാരിക്കാൻ എഴുന്നേറ്റിട്ടും അഹമ്മദ് ദേവർകോവിൽ എന്ന ഭരണപക്ഷ MLA തുടർന്നുകൊണ്ടേയിരുന്നു. നിർത്തിയതേയില്ല. പക്ഷെ സ്പീക്കർ ഷംസീർ ഒന്നും നോക്കിയില്ല, മൈക്ക് ഓഫാക്കി. എന്നിട്ട് മുനീർ 9 മിനിറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്തായാലും വീണ ജോർജിനിട്ടായിരുന്നു മുനീറിന്റെ ആദ്യ കുട്ട്. ആരോഗ്യമന്ത്രി വീണയോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന മട്ടിലായിരുന്നു മുനീറിന്റെ സംസാരം മുഴുവനും. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഡോക്ടർ MK മുനീർ 9 മിനിറ്റ്. യെസ് 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 മൈക്ക് പോയിന്. യെസ് ബാക്കി കടലാസ് പിന്നെ വായിച്ചോ. ഓക്കെ യെസ് സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. ഞാൻ ഇത് എതിർക്കുന്നത് പ്രധാനമായും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയാണ്. കാരണം ബഡ്ജറ്റ് ആരോഗ്യ വകുപ്പിനോട് കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ അവഗണനയ്ക്ക് കൂടി ഉള്ള ഒരു എതിർപ്പാണ് ഞാൻ ഈ ധനാഭ്യർത്ഥനകളോട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയെ നേരിടാൻ പോകുന്ന ഒരു വർഷമാണ് സർ. 2025-28 2782 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് സർ. മരുന്ന് വാങ്ങിയ വകയിലും ഇൻഷുറൻസ് സൗജന്യ ചികിത്സ അനുവദിച്ച വകയിലുമുള്ള കുടിശ്ശിക തീർക്കാൻ ഏകദേശം 2317 കോടി രൂപ വേണം. ബാക്കി ഇനി ദൈനംദിനമായിട്ടുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് PHC മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം കേവലം 464 കോടി രൂപയാണ് സർ. ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് അടുത്ത വർഷം മുന്നോട്ട് പോവുക? ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി യാതൊരു കാര്യവും ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് വസ്തുത സർ. ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ അവിടെ ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. അതിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആ കെട്ടിടം പൊളിച്ചു. നബാർഡിൽ പ്രവൃത്തി ആരംഭിക്കാൻ ടെൻഡറും ചെയ്തു. അപ്പം നബാർഡിൻ്റെ കാലാവധി തീർന്നു. മുഖ്യമന്ത്രി അടക്കം എടുത്ത യോഗത്തിൽ തീരുമാനിച്ചത് അത് ബഡ്ജറ്റിൽ കൊണ്ടുവരാമെന്നാണ്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് ശ്രമിച്ചു. അതിനുവേണ്ടി ചീഫ് സെക്രട്ടറി അടക്കം ശ്രമിച്ചു. പക്ഷേ ആ തുക വെച്ചിട്ടില്ല. ഞാനതിവിടെ ആവശ്യപ്പെട്ടതാണ് സർ. ഇത് എൻ്റെ മാത്രം ജോലിയല്ലല്ലോ. ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടുള്ള താലൂക്ക് ആശുപത്രിയുടെ പണം ബഡ്ജറ്റിൽ വെക്കാനുള്ള കാര്യങ്ങൾ നീക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പിന് തന്നെ താലൂക്ക് ആശുപത്രി പൊളിച്ചിട്ടതിൽ യാതൊരു മനസങ്കോചവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ ഇവിടെ കാര്യം സർ? ഇതേപോലെ പല സ്ഥലത്തും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ തീർന്ന പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പലതവണ പറഞ്ഞു. അപ്പോൾ എപ്പോൾ പറയുമ്പോഴും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് ശരി, നിങ്ങൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തോ, ഞങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ കൈയടിച്ചോളാം എന്നാണ് പറയുന്നത് സർ. ഓൺലൈനിൽ ഒരാൾ പറയുമ്പോൾ പിന്നെന്തിനാ നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം? അപ്പോൾ ഈ ഓൺലൈൻ ഉദ്ഘാടനം ഒന്ന് അവസാനിപ്പിക്കണം. അത് കോവിഡ് കാലത്ത് നമ്മൾ അനുവദിച്ചു തന്നൊരു ആനുകൂല്യമാണ്. അത് വെച്ചുകൊണ്ട് കാലാകാലം ഇനി ഓൺലൈനിലുള്ള ഉദ്ഘാടനം അവസാനിപ്പിച്ച് അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കാം സർ. ഐസൊലേഷന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൂട്ടിയിട്ടിരിക്കുക. ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോല് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. അപ്പോൾ 2 വർഷം മുമ്പ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ സ്ഥാപനം 1 കോടി രൂപ ഒരു ക്രിമിനൽ വേസ്റ്റ് ആയിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. മിക്ക സ്ഥലത്തുള്ള ഐസൊലേഷൻ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ അവസ്ഥ എന്താണെന്ന് സ്പീക്കർ എന്നെ ഒന്ന് അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഞാൻ പറയാണ് സർ. അതേപോലെ തന്നെ
ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആശാ വർക്കർമാരുടെ ഒരു വിഷയമാണ്. സർ, 1 മാസമായി ആശാ വർക്കർമാർ വെയിൽ കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുണ്ട്. സൂര്യതാപം ഏറ്റിട്ട് എന്തെങ്കിലും അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ളത്. സർ, മഴക്കാലത്ത് അവർ ടാർപോളിൻ വെച്ച് കെട്ടി, അതെടുത്ത് മാറ്റി. അപ്പോൾ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അതെടുത്ത് പുതച്ചു. അതും അനുവദിക്കില്ല. ടാർപോളിൻ എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ക്രൂരത ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. സർ, ഇവിടെ വനിതാ കമ്മീഷൻ പലതിനും സ്വമേധയാ കേസെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ഈ ക്രൂരതയ്ക്കെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകാത്തത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. സർ, അവരെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന എന്താ, അവർ സാമ്രാജ്യത്വ ശക്തികളുടെ പിൻബലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സർ, എന്താ അവർ ചോദിച്ചത്? 700 രൂപ ഞങ്ങൾക്ക് വേണമെന്നാണ്. അത് നിങ്ങളുടെ പ്രകടന പത്രിക കണ്ടിട്ട് അവർ പറഞ്ഞതാണ്. സർ, പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കുടുംബശ്രീ ജീവനക്കാർ, പാചക തൊഴിലാളികൾ, റിസോഴ്സ് അധ്യാപകർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, ഈ ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലിംഗ് തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിനും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അപ്പോൾ അന്ന് ഏത് സാമ്രാജ്യത്വ ശക്തിയുടെ സ്വാധീനത്തിലാണ് നിങ്ങൾ ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയത് എന്നാണ് ആദ്യം വെളിപ്പെടുത്തേണ്ടത്. അവർ 700 രൂപ വേണം എന്ന് പറയുമ്പോൾ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് അവർ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിലുള്ള ഇപ്പം CIT-യുടെ നേതാക്കൾ പറയുന്നത്, ഇപ്പം സിന്ധു എന്ന് പറയുന്ന CIT നേതാവ് പറഞ്ഞിട്ടുള്ളത് നവഫാഷിസമാണ് ഇവരെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ നിങ്ങളുടെ കരട് പ്രമേയം വരാൻ പോകുന്നത് നവഫാഷിസം ഇപ്പോഴും ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നാണ്. സർ, നവഫാഷിസം എത്തിയിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു സർ? സർ, മാസിയ കസോറിൽ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഇൻ ദി ഷാഡോ ഓഫ് സ്വസ്തിക. അതിനകത്ത് പറയുന്നത് ഈ ഡോക്ടർ മൂഞ്ചെ എന്ന് പറയുന്ന ആള് മുസോളിനിയെ കണ്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവിടുത്തെ മിലിറ്ററി ക്യാമ്പുകൾ കണ്ട് തിരിച്ചു വന്നിട്ട് RSS ഉണ്ടാക്കുന്നത്. അപ്പം ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ പിൻബലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷിസ്റ്റ് അല്ല. ഫാഷിസം എവിടുന്നോ നടന്നു വരുന്നേ ഉള്ളൂ, എപ്പോഴെങ്കിലും ഇവിടെ എത്തും എന്നാണ് ഈ പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് സുന്ദരയ്യ എന്തിനു വേണ്ടിയിട്ടായിരുന്നു രാജിവെച്ചത്? അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മൈ റെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അത് ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ നേരിടാൻ വേണ്ടി ജനസംഘവുമായി ചേർന്നപ്പോൾ ജനസംഘം എന്ന് പറയുന്ന ഫാഷിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്നതിലുള്ള പ്രതിഷേധത്തിൽ സുന്ദരിയെ രാജിവെച്ചത് എന്നുള്ള കാര്യമെങ്കിലും ഓർക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രകാശ് കാരാട്ടിന് സാധിക്കാതെ പോയത് അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാറുള്ളത്. സോ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനം നടന്നു, എല്ലാ മന്ത്രിമാരെക്കുറിച്ചും പറഞ്ഞു, പക്ഷേ മുഖ്യമന്ത്രിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന്. സർ, ക്രൂഷ്ചേവിനെ പറ്റിയിട്ടുള്ള ഒരു കെട്ടുകഥയാണെങ്കിൽ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു സീക്രട്ട് സ്പീച്ച് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോലും സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ആർക്കും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങളെന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പോൾ ഇദ്ദേഹം തോക്കെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും നിശബ്ദരായി. അപ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞു, ഇതേ കാരണത്താൽ തന്നെയാണ് ഞാൻ അന്ന് മിണ്ടാതിരുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് ക്രൂഷ്ചേവ് പറഞ്ഞ പോലെ സ്റ്റാലിൻ കാലഘട്ടത്തിൽ ആർക്കും മിണ്ടാൻ പറ്റാത്ത കാലമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് സർ. സർ, അതുകൊണ്ട് എനിക്ക് ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത്, ഈ ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം, ഈ ഹോണറേറിയം കൊടുക്കേണ്ടത് നിങ്ങളാണ്, ഇൻസെൻറ്റീവ് കൂട്ടേണ്ടത് മറ്റവരാണ്. അവരാണെങ്കിൽ ഇതിനേക്കാളും അപ്പുറം പിടിച്ചതിനേക്കാളും വലിയത് മാളത്തിൽ എന്ന് പറഞ്ഞ മാതിരി ഈ SP നദ്ദ, നിങ്ങൾക്കറിയാം, ഈ ആയുഷ്മാൻ ഭാരത് ഭവൻ എന്ന് പേരിടാത്തതിൻ്റെ പേരിൽ
2018 മുതൽ 2023 വരെ ഇൻസെന്റീവ് തന്നില്ല. നമ്മൾ പിടിവാശി പിടിച്ചു, അവസാനം നമ്മൾ അഴഞ്ഞു. 2023 പേരിടാൻ തീരുമാനിച്ചു. Yes, ആ please, പേരിടാൻ തീരുമാനിച്ച മുതൽ Yes. ഇൻസെന്റീവ് കിട്ടി. Yes. സർ, ഈ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. Yes. പക്ഷെ ഹോണറേറിയം കൂട്ടേണ്ട ജോലി ശ്രീ- നിങ്ങൾക്കുള്ളതാണ്. ശ്രീ വായു- ഇനിയും അവരവിടെ ഇരുത്തരുത് ശ്രീ എന്ന് വായു- മാത്രം പറഞ്ഞുകൊണ്ട്